ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിന്റെ ആമുഖത്തിന്റെ കാര്യമൊക്കെ ആയിരുന്നു. അത് നമ്മൾ അത്യാവശ്യം കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സിലബസ് കൊടുത്തേക്കുന്ന ഒരു ടോപ്പിക്കാണ് സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ പൗരത്വം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് അധികമൊന്നും പഠിക്കാനില്ല, കുറച്ച് കാര്യങ്ങൾ. അതായത് നമ്മുടെ ഭരണഘടനയെ പൗരത്വമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആർക്കൊക്കെ ഇന്ത്യൻ പൗരനാവാം, എങ്ങനെയൊക്കെ ഇന്ത്യൻ പൗരത്വം നേടാൻ സാധിക്കും, പിന്നീട് എങ്ങനെയൊക്കെയാണ് പൗരത്വം നഷ്ടപ്പെടുന്ന അവസ്ഥകൾ അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ഭരണഘടനയുടെ കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു, ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ഭരണഘടനയുടെ കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ ഭരണഘടനയുടെ ഓരോ ഭാഗങ്ങളെയും നമ്മൾ 22 ഭാഗങ്ങളായിട്ട് മൊത്തം ഭരണഘടനയെ തിരിച്ചിട്ടുണ്ട്. അത് ഓരോ വിഷയങ്ങളെയാണ് ഓരോ ഭാഗമായിട്ട് തിരിച്ചിരിക്കുന്നത്. അതായത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 തൊട്ട് 4 വരെ പാർട്ട് 1 എന്ന് പറയും, ഒന്നാമത്തെ ഭാഗമായിട്ടാണ് തിരിച്ചേക്കുന്നത്. അതില് നമ്മുടെ രാജ്യവും രാജ്യത്തിന്റെ കീഴിൽ വരുന്ന ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്നൊക്കെയാണ് പറഞ്ഞത്. യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്, നമ്മുടെ രാജ്യവും രാജ്യത്തിന്റെ കീഴിൽ വരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെയാണ് ഈ ആദ്യത്തെ 4 ആർട്ടിക്കിൾ കൊണ്ട് പറയുന്നത്. അപ്പം അതിനെ പൊതുവായിട്ട് ഒന്നാം ഭാഗം എന്ന് നമ്മൾ വിളിക്കുന്നു. അങ്ങനെയാണ് ഓരോ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഭരണഘടനയെ തിരിക്കുന്നതാണ് പാർട്സ് അല്ലെങ്കിൽ ഭാഗങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 1 തൊട്ട് 4 വരെ യൂണിയൻ ആൻഡ് ടെറിട്ടറി, നമ്മുടെ രാജ്യവും നമ്മുടെ രാജ്യത്തിന്റെ കീഴിൽ വരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ രാജ്യത്തിന് പുതിയ സ്ഥലങ്ങളെ നേടാൻ സാധിക്കുന്നത്, അങ്ങനെ അല്ലെങ്കിൽ പുതിയ രാജ്യം, ഒരു പുതിയ സ്ഥലം നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമാകുമ്പോൾ എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒന്നാം ഭാഗത്തിൽ പറയുന്നത്. രണ്ടാം ഭാഗത്തിലാണ് നമ്മളിപ്പോ ഈ പറയുന്ന പൗരത്വം അല്ലെ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ പറ്റി പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 5 തൊട്ട് 11 വരെയാണ് ഈ പാർട്ട് 2 എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഭരണഘടനയുടെ രണ്ടാം ഭാഗത്തിലാണ് ഈ പറയുന്ന പൗരത്വം അല്ലെ സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ 5-ാം ആർട്ടിക്കിൾ തൊട്ട് 11-ാം ആർട്ടിക്കിൾ വരെയാണ് ഈ പൗരത്വത്തെ പറ്റി ഉൾപ്പെട്ടേക്കുന്ന ഈ ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒന്നുകൂടി പറയാം, ആർട്ടിക്കിൾ 1 തൊട്ട് 4 വരെ എന്ന് പറഞ്ഞാൽ പാർട്ട് 1 ആണ്. അത് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്. അതിപ്പോ നമുക്ക് പഠിക്കേണ്ട, നമ്മുടെ സിലബസ് അങ്ങനെ വന്നിട്ടില്ല. രണ്ടാമത്തെ പാർട്ടാണ് നമ്മളിപ്പോൾ സിലബസിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്ന ഈ പൗരത്വ അല്ലെ സിറ്റിസൺഷിപ്പ്. അത് ആർട്ടിക്കിൾ 5 തൊട്ട് ആർട്ടിക്കിൾ 11 വരെ. അതിന് മൂന്നാമത്തെ പാർട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, അത് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൗലിക അവകാശങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അതാണ് ഈ പാർട്സ് എന്ന് പറഞ്ഞാൽ, അതിന്റെ ആ ഒരു ലോജിക് എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. പൊതുവായിട്ടുള്ള ഭാഗങ്ങളെ ഒരു പാർട്ടായിട്ട്, ഒരു ഭാഗമായിട്ട് തിരിച്ചിരിക്കുന്നു. അപ്പം ഈ പൗരത്വം രണ്ടാം ഭാഗത്തിലാണ് ആർട്ടിക്കിൾ 5 തൊട്ട് 11 വരെ. ഇനി നമ്മുടെ ഭരണഘടനയിൽ ഈ ആർട്ടിക്കിൾ 5 തൊട്ട് 11 വരെയുള്ള ഈ ആർട്ടിക്കിളിൽ പറയുന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലയിൽ വന്നപ്പോൾ, നമ്മുടെ ഭരണഘടന നിലയിൽ വന്നപ്പം ആരൊക്കെ ഇന്ത്യൻ പൗരന്മാരായിരുന്നു എന്ന് മാത്രമാണ് നമ്മുടെ ഭരണഘടനയെ പറഞ്ഞിട്ടുള്ളത്. ഈ പാർട്ട് 2 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 5 തൊട്ട് 11 വരെയുള്ള ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ഭരണഘടന നിലയിൽ വന്നപ്പോൾ, അതായത് ജനുവരി 26, 1950 ആരൊക്കെ ഇന്ത്യൻ പൗരന്മാരാണെന്ന് മാത്രമാണ് നമ്മുടെ ഭരണഘടനയെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞേക്കുന്നത്, നമ്മൾ പറഞ്ഞു 1950 നമ്മുടെ ഭരണഘടന നിലയിൽ വന്നപ്പോൾ ആരൊക്കെ പൗരന്മാരായിരുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ പിന്നീട് ജനിക്കുന്നവർ അല്ലെങ്കിൽ പിന്നീട് ഇന്ത്യൻ പൗരന്മാരാവാൻ ആഗ്രഹിക്കുന്നവര്, അല്ലെ പിന്നീട് എങ്ങനെ ഒരു മനുഷ്യൻ ഇന്ത്യൻ പൗരനാവും, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റി ആരാണ് ഡീൽ ചെയ്യുന്നത്? അത് നമ്മുടെ ഭരണഘടന പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള കാലത്ത് അല്ലെങ്കിൽ മുന്നോട്ട് പൗരത്വമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളിലും നിയമം നിർമ്മിക്കാനായിട്ട് പാർലമെന്റിന് അധികാരം ഉണ്ടെന്ന് നമ്മുടെ ഭരണഘടന പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഭരണഘടന പറഞ്ഞിട്ടുള്ളത് 1950 ജനുവരി 26 ആരൊക്കെ ഇന്ത്യൻ പൗരന്മാരാണ് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഇനി ആരൊക്കെ നമ്മുടെ പൗരന്മാരാവും, അല്ലെ പൗരത്വമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നിയമം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ പാർലമെന്റിന് ആയിരിക്കും അവകാശം, അല്ലെങ്കിൽ അതിനാണ് അനുവാദം കൊടുത്തേക്കുന്നതെന്ന് നമ്മുടെ ഭരണഘടന പറഞ്ഞിട്ടുണ്ട്. അപ്പം മുന്നോട്ട് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയി, റിപ്പബ്ലിക്കായി, കോൺസ്റ്റിറ്റ്യൂഷൻ നിലയിൽ വന്നു. അതിനുശേഷം പൗരത്വത്തെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ രാജ്യങ്ങളെ ചുറ്റപ്പെട്ടതാണ്. ഇങ്ങോട്ട് കുറെ പേര് കുടിയേറാനുണ്ടായിരിക്കും. പ്രശ്നങ്ങൾ നേരിടുന്ന ബംഗ്ലാദേശ് ആയിക്കോട്ടെ, അല്ലെ മ്യാൻമർ ആയിക്കോട്ടെ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ രാജ്യത്തേക്ക് കുറെ പേര് കുടിയേറുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ എല്ലാവർക്കും നമുക്ക് പൗരത്വം കൊടുക്കണം, അല്ലെ ഇങ്ങനത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഡീൽ ചെയ്യാനായിട്ട് നമ്മുടെ രാജ്യത്ത് പൗരത്വമായിട്ട് ബന്ധപ്പെട്ട് ഒരു ശക്തമായിട്ടുള്ള നിയമമൊക്കെ വേണ്ടി വരും.
ആ ഒരു ഉദ്ദേശത്തിനായിട്ട് നമ്മുടെ പാർലമെന്റിന് കിട്ടിയ ഈ പവറിന്റെ അടിസ്ഥാനത്തിൽ അവർ നിർമ്മിച്ച നിയമമാണ് സിറ്റിസൺഷിപ്പ് ആക്ട് 1955. സിറ്റിസൺഷിപ്പ് ആക്ട് 1955, പൗരത്വ നിയമം 1955. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടന നിലയിൽ വന്നതിന് ശേഷം എങ്ങനെ ഇന്ത്യൻ പൗരത്വം കിട്ടും, അല്ലെങ്കിൽ എങ്ങനെ പൗരത്വം കിട്ടാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ പൗരത്വം നഷ്ടപ്പെടാം, ഇങ്ങനെയുള്ളതൊക്കെ ഈ സിറ്റിസൺഷിപ്പ് ആക്ട് 1955 അടിസ്ഥാനത്തിലാണ് വരുന്നത്. ഈ ആക്ട് പിന്നീട് 2003 ഈ ആക്ടിന് പകരമായിട്ട് പുതിയൊരു സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് 2003 വരുന്നുണ്ട്. എങ്കിലും ഈ പറഞ്ഞ 1955 ആക്ടിലാണ് എങ്ങനെയൊക്കെയാണ് നമുക്ക് പൗരത്വം നേടാന്നൊക്കെ പറഞ്ഞത്. അപ്പം എന്നോട് പറയാം, പാർലമെന്റിനാണ് പൗരത്വമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നിയമം ഉണ്ടാക്കാനായിട്ടുള്ള അവകാശം കൊടുത്തേക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പാർലമെന്റ് 1955 പൗരത്വ നിയമം, സിറ്റിസൺഷിപ്പ് ആക്ട് 1955 ഉണ്ടാക്കി. പിന്നീട് 2003 പുതിയൊരു നിയമം വന്നിട്ടുണ്ട്, സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് 2003. പിന്നീടും നിയമങ്ങളുണ്ട്, പക്ഷെ മെയിൻ ആയിട്ടുള്ള ആക്ടുകൾ ഇത് തന്നെയാണ്. ഇനി ഈ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെ ഇന്ത്യൻ പൗരത്വം നേടാൻ സാധിക്കും എന്നുള്ളതാണ്. 5 വഴി കൊടുത്തേക്കുന്നത്. എല്ലാവരും തന്നെ പൗരത്വം കിട്ടിയിരിക്കുന്നത് നമുക്ക് ബൈ ബർത്ത് ആണ് കിട്ടിയിരിക്കുന്നത്, നമുക്ക് ജന്മാവകാശം കിട്ടിയിരിക്കുന്നതാണ് നമ്മുടെ പൗരത്വം. ഇനി എങ്ങനെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കാര്യത്തിൽ സംശയമൊന്നുമില്ല, നമ്മുടെ പേരൻസും അല്ല നമുക്ക് മുൻപുള്ള നമ്മുടെ പൂർവികരെല്ലാം ഇവിടെ ജീവിച്ച് മരിച്ചവരുമില്ല. അപ്പൊ നമ്മൾ ഇന്ത്യൻ പൗരനാണെന്നുള്ളതിന് പ്രത്യേകിച്ച് രാജ്യത്തിന് സംശയമൊന്നുമില്ല. പക്ഷെ സംശയം വരുന്നത് എവിടെയാണ്? നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലെ ബോർഡറിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ചാണ്. അല്ലെങ്കിൽ രാജസ്ഥാന്റെ അതിർത്തി, അല്ലെങ്കിൽ കാശ്മീരിന്റെ അതിർത്തി, മുകളിലാണെങ്കിൽ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഇല്ലെങ്കിൽ താഴെയാണെങ്കിൽ വെസ്റ്റ് ബംഗാള്, ആസാം, ആ നോർത്ത് ഈസ്റ്റേൺ ഭാഗത്ത് മുഴുവൻ, ആ വടക്കുകിഴക്കൻ ഭാഗത്ത് മുഴുവൻ, മണിപ്പൂർ, മിസോറം, മേഘാലയ, ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഈ കുടിയേറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആളുകൾ കുടിയേറുന്നുണ്ട്. അപ്പൊ ഇവര് നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ടിരുന്നവർ തന്നെയാണോ, അല്ലെ ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ടിരുന്നവരുടെ പിൻതലമുറക്കാർ തന്നെയാണോ എന്നൊന്നും നമുക്ക് വ്യക്തമില്ല. നമ്മൾ മലയാളികളെ പോലെ അല്ല അവരുടെ കാര്യം. അപ്പം അതൊക്കെയായിട്ട് ആണ് ഈ കുറച്ച് നിയമങ്ങളും അല്ലെ സ്പെസിഫിക് പ്രൊവിഷൻസും വരുന്നത്. ഇനി ഈ ജന്മാവകാശമായിട്ട് പൗരത്വം കിട്ടുന്നത് തന്നെ പല രീതിക്കാണ്. ഓരോ ഡേറ്റിലും ഓരോ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതായത് ഒരു 1987 തൊട്ടൊക്കെ ഒരു മനുഷ്യൻ ഇന്ത്യയിൽ ജനിച്ചു കഴിഞ്ഞാൽ പൗരത്വം കിട്ടുമായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ഇന്ത്യൻ പൗരരല്ലെങ്കിലും ഇന്ത്യൻ പൗരത്വം കിട്ടുമായിരുന്നു. നിങ്ങൾ ഈ വർഷം ഒന്ന് ഓർത്തിരിക്കേണ്ട, അത് അറിയാൻ വേണ്ടി പറയുന്നത് മാത്രമെങ്കിലും ബൈ ബർത്ത് ആയിട്ട് നമ്മുടെ ഈ പൗരത്വം കിട്ടുമെന്നല്ലേ, ജന്മാവകാശമായിട്ട് പൗരത്വം കിട്ടുമെന്ന് മാത്രം അറിയുക. ഇതിന്റെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു നിബന്ധനകൾക്ക് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം അറിഞ്ഞിരിക്കാറ്. എങ്കിലും അറിയാൻ വേണ്ടി പറയുന്നതാണ്. 1987 വരെയൊക്കെ ഇന്ത്യയിൽ ജനിക്കുന്ന ഏതൊരു കുട്ടിക്കും ഇന്ത്യൻ പൗരത്വം നേടാൻ സാധിക്കുമായിരുന്നു. 1987 ശേഷം 2004 മുൻപ് ഇന്ത്യയിൽ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും പൗരത്വം നേടാൻ സാധിക്കില്ലായിരുന്നു. ഈ കുട്ടിയുടെ ഏതെങ്കിലും ഒരു പേരന്റ്, അച്ഛനോ അമ്മയോ അവർ ഇന്ത്യൻ പൗരനാണെങ്കിൽ ആ കുട്ടിക്ക് പൗരത്വം നേടാൻ സാധിക്കുമായിരുന്നു. ഇനി 2004 ശേഷം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് എങ്ങനെയാണ്? ഇന്ത്യയിൽ ജനിക്കുന്ന ഒരു കുട്ടിയുടെ ഏതെങ്കിലും പേരന്റ് ഇന്ത്യൻ പൗരരായിരിക്കുകയും വേണം, മറ്റേ പേരന്റ് ഒരു അനധികൃതമായിട്ട് ഇന്ത്യയിൽ കുടിയേറിയ വ്യക്തി ആയിരിക്കുകയും ചെയ്യരുത്. അപ്പം അങ്ങനെ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പം ഓരോ കാലത്തിനും അത് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഒന്നാമത് നമ്മുടെ പൗരത്വം കിട്ടാനുള്ള ഒന്നാമത്തെ മാർഗം ജന്മാവകാശമായിട്ട് തന്നെ കിട്ടുക എന്നുള്ളത് ബൈ ബർത്ത് ആണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ബൈ ബർത്ത് ആയിട്ട് അല്ലെങ്കിൽ ജന്മാവകാശത്തെ പൗരത്വം കിട്ടുന്നത് ഇന്ത്യയിൽ ജനിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ ഏതെങ്കിലും ഒരു പേരന്റ് ഇന്ത്യൻ പൗരരായിരിക്കുകയും മറ്റേ പേരന്റ് അനധികൃതമായിട്ട് ഇന്ത്യയിൽ കുടിയേറിയ ഒരാൾ അല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ത്യൻ പൗരത്വം കിട്ടുന്നത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ കണ്ടീഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഡിസെന്റ് എന്ന് പറയുന്നത്. ഡിസെന്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് പാരമ്പര്യമായിട്ടൊക്കെ കിട്ടുക, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വംശത്തിന്റെ ഒക്കെ ഭാഗമായിട്ടൊക്കെ കിട്ടുക.
ഇനി എന്താണ് ഈ പാരമ്പര്യമായിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? 1950 തൊട്ട് 1992 വരെയൊക്കെ ഒരു ഇന്ത്യൻ പൗരനായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ മകനെന്നല്ല, ഒരു അച്ഛന്റെ മക്കൾക്ക് കിട്ടുമായിരുന്നു ഈ പറഞ്ഞ പൗരത്വം. അതിനുശേഷം കിട്ടുന്നതെന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഒരു പേരന്റ് ഈ കുട്ടി ജനിക്കുമ്പം ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യാം. നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ പറഞ്ഞ ബൈ ബർത്ത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ജനിക്കുന്നവരുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഈ രണ്ടാമത്തെ കണ്ടീഷൻ ഡിസെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കുട്ടി അമേരിക്ക വെച്ച് ജനിക്കുന്നു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ കുറെ കുടിയേറി യൂറോപ്പിലേക്ക് പോകുന്നുണ്ട്, യൂറോപ്പിൽ പോയി ഒരു കുട്ടി ജനിക്കുന്നു എന്നിരിക്കട്ടെ. അങ്ങനത്തെ ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഡിസെന്റ് അല്ലെ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞ ആ ഒരു രണ്ടാമത്തെ ക്രൈറ്റീരിയ വരുന്നത്. ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ഒരു കുട്ടിയാണെന്നിരിക്കട്ടെ, ആ കുട്ടിക്ക് ഇപ്പോൾ പൗരത്വം കിട്ടണമെങ്കിൽ ആ കുട്ടി ജനിച്ച് ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ എംബസിയിൽ, അതായത് നയതന്ത്ര എംബസി ഉണ്ട് എല്ലാ രാജ്യത്തും, ഇന്ത്യയുടെ നയതന്ത്രജ്ഞര്, ഇന്ത്യയിലെ ഡിപ്ലോമാറ്റുകൾ പോയി ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ഓഫീസ് ഉണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എല്ലാ രാജ്യത്തും നമുക്ക് നടക്കും. ഒരു കുട്ടി പുറം രാജ്യത്താണ് ജനിക്കുന്നതെങ്കിൽ ആ കുട്ടി ജനിച്ച് ഒരു വർഷത്തിനുള്ളിൽ ഇങ്ങനത്തെ ഇന്ത്യൻ എംബസിയിൽ പോയി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പൗരത്വം കിട്ടുള്ളൂ. അതോടൊപ്പം ആ കുട്ടിയുടെ പേരൻസ് ഇന്ത്യൻ പൗരനായിരിക്കും. ഒന്നുകൂടി പറയാം, പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ പൗരത്വം കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ കണ്ടീഷൻ ഉദ്ദേശിച്ചിട്ടും പുറത്തൊരു കുട്ടി ജനിക്കുന്നതിരിക്കട്ടെ, അമേരിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ അല്ലെങ്കിൽ ഗൾഫിലോ ഒരു കുട്ടി ജനിക്കുന്നതിരിക്കട്ടെ, ആ കുട്ടിയുടെ പേരൻസ് ഇന്ത്യൻ പൗരരായിരിക്കുകയും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേ കിട്ടുള്ളൂ. ഇനി ആ കുട്ടിക്ക് കിട്ടണമെങ്കിൽ ആ കുട്ടി ജനിച്ച് ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യൻ എംബസിയിൽ, ഇന്ത്യൻ കോൺസുലേറ്റിൽ പോയി രജിസ്റ്റർ ചെയ്യണം. അങ്ങനെയാണ് ആ ഒരു പാരമ്പര്യത്തിന്റെ അല്ലെങ്കിൽ ഡിസെന്റിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം കിട്ടുന്നത്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ. ഒരു രജിസ്ട്രേഷൻ വഴി നമുക്ക് പൗരത്വം കിട്ടുക. അങ്ങനെ ചുമ്മാ അപ്പം ഇപ്പൊ ആ സമയത്ത് കുടിയാവുന്ന ഒരാൾക്ക് വന്ന് ചുമ്മാ ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ അങ്ങനെയൊന്നും സാധിക്കത്തില്ല. അതിന് കണ്ടീഷൻസ് ഈ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ കണ്ടിന്യൂസ് ആയിട്ട് 7 വർഷം താമസിച്ച ഒരു വ്യക്തിക്ക്, തുടർച്ചയായിട്ട് 7 വർഷം താമസിച്ച ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഈ രജിസ്റ്റർ ചെയ്ത് പൗരത്വം നേടാനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും. അതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനെ വിവാഹം കഴിച്ച് പുറത്തുനിന്ന് വന്ന ഒരു വ്യക്തി, അവരും ഒരു 7 കൊല്ലം ഇവിടെ താമസിക്കുന്നു എന്നൊക്കെയുണ്ടെങ്കിൽ അവർക്ക് ഈ രജിസ്ട്രേഷൻ വഴി അപ്ലൈ ചെയ്യാം. എനിക്കിപ്പോൾ ഇന്ത്യൻ പൗരനാവാം, എന്റെ പൗരയാവണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. അതാണ് രജിസ്ട്രേഷൻ വഴി ഇന്ത്യൻ പൗരത്വം കിട്ടുക എന്ന് പറയുന്നത്. അതാണ് മൂന്നാമത്തെ കേസ്, ഇന്ത്യൻ പൗരത്വം കിട്ടുന്നുണ്ട്. അടുത്തത് നാച്ചുറലൈസേഷൻ. നാച്ചുറലൈസേഷൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അല്ല കുറച്ചു കാലം കഴിയുമ്പോൾ കുറച്ച് ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ യോഗ്യതയുള്ളവരെ ഇന്ത്യക്ക് തന്നെ ഈ പൗരത്വം കൊടുക്കാൻ സാധിക്കും. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരാളാണെന്നിരിക്കട്ടെ, അയാൾ നമ്മുടെ രാജ്യത്തെ സേവിക്കുന്നുണ്ട്, കുറച്ച് കാലമായിട്ട് നമ്മുടെ രാജ്യത്തുണ്ട്, അയാൾ നമ്മുടെ രാജ്യത്തിന് വിലപ്പെട്ട സംഭാവനകളൊക്കെ കൊടുക്കുന്നു എന്നിരിക്കട്ടെ. എന്ന് മാത്രമല്ല, അയാൾക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കുകയാണെങ്കിൽ അയാൾ വേറെ ഏതെങ്കിലും രാജ്യത്ത് പൗരത്വം ഉണ്ടെങ്കിൽ അത് കളയാനും റെഡിയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വില്ലിങ് ആയിട്ടുള്ള തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ ഈ നാച്ചുറലൈസേഷൻ വഴി കുറച്ച് കണ്ടീഷൻസ് അതിനുണ്ട്. എങ്കിലും അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രം, കുറച്ചുകൂടി കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനെയുള്ളവർക്കൊക്കെ നാച്ചുറലൈസേഷൻ വഴി പൗരത്വം കൊടുക്കാൻ സാധിക്കും. ഇനി ഈ കണ്ടീഷൻസ് ഒന്നും പാലിച്ചില്ലെങ്കിൽ പോലും ചില ആദരണീയരായ വ്യക്തികൾക്ക് നമുക്ക് ഈ ഇന്ത്യൻ പൗരത്വം കൊടുക്കാൻ സാധിക്കും. അതായത് അവർ ഏതെങ്കിലും മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർ, ഇപ്പൊ കല ആയിക്കോട്ടെ, കായികം ആയിക്കോട്ടെ, അല്ലെ ചാരിറ്റി ആയിക്കോട്ടെ, അതായത് മനുഷ്യാവകാശം ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഏതെങ്കിലും മേഖലയിൽ പ്രത്യേകിച്ച് വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയൊക്കെ ആണെങ്കിൽ അവർക്ക് നമുക്ക് നമ്മുടെ പൗരത്വം കൊടുക്കാൻ സാധിക്കും. അത് അവരുടെ ആ ഒരു മേഖലയിൽ അവരുടെ ആ പ്രാവീണ്യം തെളിയിച്ചതിന്റെ ഒക്കെ ബഹുമാനമായിട്ട് നമ്മൾ ആ ഒരു പൗരത്വം കൊടുക്കുന്നത്. അപ്പൊ അവർക്കാണെങ്കിൽ ഈ പറഞ്ഞ നിബന്ധനകളൊന്നും പാലിക്കേണ്ടതില്ല. നമ്മുടെ രാജ്യം അവർക്കൊരു ബഹുമതി പോലെയൊക്കെ കൊടുക്കുന്നതാണ്. അതാണ് നാലാമത്തെ കേസ്, നാച്ചുറലൈസേഷൻ എന്ന് പറഞ്ഞ രീതി വഴി പൗരത്വം കൊടുക്കുന്നത്. അടുത്തതാണ് ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വാക്കിൽ തന്നെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഏതൊക്കെ സംസ്ഥാനങ്ങളുണ്ടെന്നൊക്കെ അറിയാം. നമ്മൾ ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മള് പാകിസ്ഥാന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഇന്ത്യയോട് ചേരുന്നു, അല്ലെങ്കിൽ ബംഗ്ലാദേശിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഇന്ത്യയോട് ചേരുന്നു, അല്ലെങ്കിൽ നേപ്പാളിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഇന്ത്യയോട് ചേരുന്നു, അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ആ കൂട്ടിച്ചേർക്കപ്പെട്ട ഏരിയയിൽ താമസിക്കുന്ന ആളുകൾ
സ്വാഭാവികമായിട്ടും അവരവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരും ഇന്ത്യക്കാരായിട്ട് ഇന്ത്യൻ പൗരരായിട്ട് നമ്മളത് സ്വീകരിക്കും. അതാണ് ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതാണ് നമ്മുടെ പൗരത്വം കിട്ടാൻ എങ്ങനെയൊക്കെ കിട്ടും എന്നുള്ളതിന്റെ ആ ഒരു വഴികളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അതൊന്നുകൂടി പറയാം. ഒന്നാമത്തേത് ബൈ ബർത്ത് ആണ്, ജനനത്തിന്റെ അടിസ്ഥാനത്തിൽ. നമ്മുടെ ഇന്ത്യ ജനിക്കുന്നവർക്ക് പൗരത്വം കിട്ടും. പക്ഷെ ഇന്ത്യ ജനിക്കുന്ന എല്ലാവർക്കും പൗരത്വം കിട്ടത്തില്ലെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിനെ കുറിച്ച് കണ്ടീഷൻസ് ഉണ്ട്. എക്സാമ്പിൾ ആയിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ ഇന്ത്യയിൽ ജനിക്കുന്ന ഒരു കുട്ടിയുടെ ഏതെങ്കിലും ഒരു പേരന്റ് ഇന്ത്യൻ പൗരത്വം ഉള്ളവരും മറ്റേ പേരന്റ് അനധികൃതമായിട്ട് ഇന്ത്യയിൽ കടന്നു വരാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ആ കുട്ടിക്ക് ജന്മത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം ലഭിക്കും. അപ്പൊ അതിന്റെ ഇതായിട്ട് ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് നമ്മുടെ ഇന്ത്യ വരുന്ന നോക്കിയിട്ട് അവിടെ അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവും. ആ കുട്ടിക്ക് പക്ഷെ ഇന്ത്യൻ പൗരത്വം കിട്ടിയില്ല. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അവർ വേറെ രണ്ട് പൗരരൊക്കെയാണ്, അല്ലെ വേറെ ഏതെങ്കിലും രാജ്യത്തെ പൗരരാണെങ്കിൽ അവർക്ക് കിട്ടിയില്ല. അതാണ് ഈ ബൈ ബർത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡിസെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാരമ്പര്യത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ കിട്ടുക. അതാണ് നമ്മൾ പറഞ്ഞത്. ഒരു കുട്ടി യൂറോപ്പ് വെച്ച് ജനിക്കുന്നു, ഏതെങ്കിലും ഇപ്പൊ കുറെ പേരൊക്കെ കുടിയേറുന്നുണ്ട്, അല്ലെങ്കിൽ ഗൾഫിൽ അമേരിക്കയിലൊക്കെ ജനിക്കുന്നു. ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടണമെന്നില്ല. ആ കുട്ടിയുടെ പേരൻസ് ഇന്ത്യൻ പൗരരായിരിക്കണം എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ കുട്ടി ജനിച്ച ഒരു വർഷത്തിനുള്ളിൽ ആ കുട്ടിയുടെ ബർത്ത് ഇന്ത്യൻ കോൺസുലേറ്റിൽ, അതായത് ഇന്ത്യൻ നയതന്ത്ര ഓഫീസിൽ രജിസ്റ്റർ ചെയ്യുകയും വേണം. എങ്കിലേ ഡിസെന്റിന്റെ അല്ലെ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പൗരത്വം കിട്ടുള്ളൂ. നിങ്ങൾ എത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയേണ്ട. ഈ ഡിസെന്റ് വഴി അല്ലെ പാരമ്പര്യം വഴി പൗരത്വം അല്ലെ ഈ സിറ്റിസൺഷിപ്പ് കിട്ടുമെന്ന് മാത്രം അറിഞ്ഞിരിക്കുക. ഇനി രജിസ്ട്രേഷന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ കിട്ടും? നമുക്ക് രജിസ്റ്റർ ചെയ്തും അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് ഇന്ത്യൻ പൗരനാകാൻ സാധിക്കും. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു, 7 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ രാജ്യത്ത് ജീവിച്ച ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗരനോ പൗരയോ അവരെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്ന ഒരു വ്യക്തി, അവർക്ക് കുറച്ചു കാലം 7 കൊല്ലമൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പൗരനോ പൗരനോ ആയിട്ട് ആവാനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. അതാണ് രജിസ്ട്രേഷൻ. ഇങ്ങനത്തെ കുറച്ച് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. എന്നെ ഇന്ത്യൻ പൗരനായിട്ട് രജിസ്റ്റർ ചെയ്യുമെന്നുള്ള രീതിയിൽ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. അതാണ് മൂന്നാമത്തെ മെത്തേഡ്. നാലാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ക്രൈറ്റീരിയസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന, അല്ലെ കുറച്ച് യോഗ്യതകളൊക്കെ ഉള്ളവർക്ക് നമ്മുടെ രാജ്യത്തിന് തന്നെ സ്വയം ഈ പറഞ്ഞ പൗരത്വം കൊടുക്കാൻ സാധിക്കും. അതിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്, പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ രാജ്യത്ത് വരുന്നു, രാജ്യത്തിനായിട്ട് ജോലി ചെയ്യുന്നു, രാജ്യത്തിനായിട്ട് സേവനം ചെയ്യുന്നു, അവർ കുറച്ചു കാലം ഇവിടെ ജീവിക്കുന്നു, അവര് ഏതെങ്കിലും ഒരു രാജ്യത്തെ പൗരരാണെങ്കിൽ ആ രാജ്യത്തിന്റെ പൗരത്വം കളഞ്ഞു ഇന്ത്യൻ പൗരത്വം ഏറ്റെടുക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ അവർക്ക് ഒരു നല്ല വ്യക്തിത്വം ഉണ്ട്, അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഈ നാച്ചുറലൈസേഷൻ എന്ന് പറഞ്ഞ രീതി വഴി ഇന്ത്യൻ പൗരത്വം കൊടുക്കാൻ സാധിക്കും. ഇനി ഈ പറഞ്ഞ യോഗ്യതകളൊന്നും ഇല്ലെങ്കിൽ ഒരു ബഹുമാന്യനായ വ്യക്തിക്ക് ബഹുമാന്യയായ വ്യക്തിക്ക് കലാ സാംസ്കാരികം അല്ലെങ്കിൽ സമാധാനം, മനുഷ്യാവകാശം ഇങ്ങനെയുള്ള ഏതെങ്കിലും മേഖലകളിൽ വ്യക്തിമുദ്രയോ അല്ലെ സേവനങ്ങളോ ചെയ്ത വ്യക്തിക്ക് നമ്മുടെ രാജ്യത്തിന് ഈ നാച്ചുറലൈസേഷൻ വഴി പൗരത്വം കൊടുക്കാൻ സാധിക്കും. ഇനി അഞ്ചാമത്തെയാണ് നമ്മൾ പറഞ്ഞത് ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. ഏതെങ്കിലും ഒരു ഭൂവിഭാഗം നമ്മുടെ ഇന്ത്യയോട് കൂടി ചേർന്ന് നിൽക്കട്ടെ, ആ രാജ്യത്തുള്ള എല്ലാ ആ ഭൂവിഭാഗത്തുള്ള ആ സ്ഥലത്തുള്ള എല്ലാവർക്കും നമ്മുടെ രാജ്യത്തിന്റെ പൗരത്വം കൊടുക്കും. ഇതാണ് ഇപ്പം ഇന്ത്യൻ പൗരത്വം നേടാനുള്ള വഴികൾ. ഈ പറഞ്ഞവയാണ് ഈ അഞ്ച്. അടുത്തത് നമ്മൾ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ പൗരത്വം നേടാൻ സാധിക്കും. അപ്പൊ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടാനും ചാൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടാൻ സാധിക്കും? ഒന്നാമത്തേത് റിനൗൺസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സ്വയം ത്യജിക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് വരുന്നത്. കുറെ പേരൊക്കെ ഇപ്പൊ അമേരിക്കയിലേക്ക് എങ്ങനെ കുടിയേറ്റം ഉണ്ടാവുന്നത്, എങ്കിലും ഒരു 2000 തൊട്ട് 2010 വരെയൊക്കെ അമേരിക്കയിലേക്ക് ടെക്കികളായിട്ടുള്ള ഈ IT വിദഗ്ധരായിട്ടുള്ളവരൊക്കെ കുടിയേറുന്നുണ്ടായിരുന്നു. അവര് അവിടെ ചെന്നിട്ട് അമേരിക്കൻ പൗരത്വമൊക്കെ സ്വീകരിക്കുകയുണ്ടായി. അപ്പം അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അവർ വില്ലിങ് ആണ്, അവർ തയ്യാറാണ് ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാണ്. അവരന്ന് കുടിയേറിയത് തന്നെ അമേരിക്കൻ പൗരരായിട്ട് അവിടെ ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു. അപ്പം അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അവർക്ക് ഇന്ത്യൻ പൗരത്വം വേണമെങ്കിൽ അവർക്കൊരു ഡിക്ലറേഷൻ, ഒരു അപേക്ഷ നമ്മുടെ സർക്കാരിൽ കൊടുക്കാൻ സാധിക്കും. എനിക്ക് ഇന്ത്യൻ പൗരത്വം ആവശ്യമില്ല, അല്ലെങ്കിൽ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്, അങ്ങനെയുള്ള രീതിയിൽ ഒരു ഡിക്ലറേഷൻ എഴുതി കൊടുക്കുകയാണെങ്കിൽ, ഒരു അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ അതാണ് റിനൗൺസിയേഷൻ. സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ തന്നെ ത്യജിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കാൻ സാധിക്കും. അതാണ് ഒന്നാമത്തേത്. ഇനി രണ്ടാമത്തേത് ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം തന്നെ ആ ഒരു സിറ്റിസൺഷിപ്പ് അല്ലെ പൗരത്വം റദ്ദാക്കുന്ന, അല്ലെ ക്യാൻസൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ രണ്ടാമത്തേത്.
ഇതെന്ന് പറഞ്ഞാൽ ഇത് സംഭവിക്കുന്നത് നമ്മളിപ്പോ ഈ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ അമേരിക്കൻ ഒരാൾ ഇന്ത്യയിൽ വന്ന് അപേക്ഷ കൊടുത്തില്ല, എനിക്ക് ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കണം എന്ന് അപേക്ഷ കൊടുക്കുന്നില്ല എന്നിരിക്കട്ടെ, എങ്കിൽ പോലും അയാൾ അമേരിക്കൻ പൗരത്വം സ്വീകരിക്കുന്നു, അല്ല കാനഡയിലേക്ക് കുടിയേറിയത് അവരിൽ നിന്ന് കനേഡിയൻ സിറ്റിസൺഷിപ്പ് എടുക്കുന്നു. അങ്ങനെയുള്ളവര് മറ്റൊരു രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് അല്ലെ പൗരത്വം എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ടും ഇന്ത്യയിലെ പൗരത്വം നഷ്ടപ്പെടും. അതാണ് ഈ രണ്ടാമത്തെ കേസ് ബൈ ടെർമിനേഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, നമ്മുടെ രാജ്യത്ത് പൗരരായിരിക്കണമെങ്കിൽ അവർക്ക് ഒരു സമയത്ത് ഒറ്റ പൗരത്വം മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ, ഇന്ത്യൻ പൗരരായിട്ട് ഇരിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. പക്ഷെ മറ്റു ചില രാജ്യങ്ങളുണ്ട്, അവർക്കിപ്പം ഏതെങ്കിലും രണ്ട് രാജ്യത്ത് അവർ ഇന്ത്യൻ പൗരരാണെന്ന് നമ്മുടെ രാജ്യത്തെ സാധിക്കും, പക്ഷെ അമേരിക്കൻ പൗരത്വം അല്ലെങ്കിൽ കനേഡിയൻ പൗരത്വം ഒരുമിച്ച് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞാണ്, ഇങ്ങനെ രണ്ട് പൗരത്വം ഉണ്ടെങ്കിലും ഈ രാജ്യങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ രാജ്യത്ത് അങ്ങനെയല്ല, മറ്റേതെങ്കിലും രാജ്യത്തെ പൗരത്വം സ്വീകരിച്ചാൽ നമ്മുടെ രാജ്യത്തെ പൗരരാകുന്നത് അന്നത്തോടെ അവര് അവസാനിക്കുകയാണ്. അതാണ് രണ്ടാമത്തെ ടെർമിനേഷൻ എന്ന് പറഞ്ഞ ഒരു രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തേത് ഡെപ്രിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ രാജ്യത്തോട് കാണിച്ച ഏതെങ്കിലും തെറ്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യം ഒരു പൗരന്റെ പൗരത്വം റദ്ദാക്കുന്ന അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥയാണ് ഈ ബൈ ഡെപ്രിവേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ നിർബന്ധത്തോടു കൂടി തന്നെ ക്യാൻസൽ ചെയ്യണം. അതിന് എങ്ങനെയൊക്കെ ഒരു എക്സാമ്പിൾ കാണിക്കുന്നത് വെച്ചാൽ, ഏതെങ്കിലും തരത്തില് ചാരപ്രവൃത്തിയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരൻ പാകിസ്ഥാന് നമ്മുടെ ഇൻഫർമേഷൻ ചോർത്തി കൊടുക്കുന്നു, നമ്മുടെ അറിവുകൾ ചോർത്തി കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ചൈനയ്ക്കായിട്ട് ഏതെങ്കിലും തരത്തിൽ സ്പൈ വർക്ക് ചാരപ്രവർത്തനമൊക്കെ ഇന്ത്യ നടത്തുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും യുദ്ധത്തിന്റെ സമയത്തൊക്കെ നമ്മുടെ രാജ്യത്തോട് കൂറില്ലാത്ത രീതിയിൽ പെരുമാറുന്നു, അല്ലെങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞു ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അല്ലെ പൗരത്വം കിട്ടാനുള്ള കുറച്ച് വഴികളെ പറ്റി പറഞ്ഞു. അത് കള്ളത്തരം കാണിച്ച് അല്ലെങ്കിൽ ഫേക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ വഴിയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ ഫ്രോഡ് അല്ലെങ്കിൽ ആ കള്ളത്തരമൊക്കെ കാണിച്ചാണ് പൗരത്വം കിട്ടിയെങ്കിലൊക്കെ നമ്മുടെ രാജ്യത്തിന് അയാളുടെ ആ ഒരു പൗരത്വം എടുത്ത് കളയാൻ സാധിക്കും. അതൊരു ശിക്ഷയുടെ ഒരു രീതിക്കാണ് അത് ചെയ്യുന്നത്. അതാണ് മൂന്നാമത്തെ ഡെപ്രിവേഷൻ. അപ്പം നമ്മുടെ പൗരത്വം നഷ്ടപ്പെടാനായിട്ട് മൂന്ന് രീതിയാണുള്ളത്. ഒന്ന്, സ്വയമേവ അത് ത്യജിക്കുക, അല്ലെ റെനൗൺസിയേഷൻ എന്ന് പറഞ്ഞ ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഒരു ഡിക്ലറേഷൻ അപേക്ഷ കൊടുത്ത ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാവുന്നു എന്നുള്ള രീതിയിൽ സർക്കാരിനെ അങ്ങോട്ട് അറിയിക്കുന്നതാണ് ഒന്നാമത്തെ രീതി. ഈ രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അറിയിച്ചില്ലെങ്കിൽ കൂടി ഒരു സാധാരണ ഒരു പൗരൻ, അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല, നോർമലായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്, അദ്ദേഹം മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറി അവിടുത്തെ ഒരു പൗരത്വം സ്വീകരിച്ചു ഇരിക്കട്ടെ. ഇപ്പൊ അമേരിക്കയിൽ ചെന്നിട്ട് ഒരാൾ അമേരിക്കൻ പൗരത്വം സ്വീകരിച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ടും ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും. അതാണ് ഈ ബൈ ടെർമിനേഷൻ എന്ന് പറഞ്ഞ രണ്ടാമത്തെ രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു രാജ്യത്തെ പൗരത്വം സ്വീകരിച്ചാൽ അപ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെട്ടു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഡിപ്രിവേഷൻ എന്ന് പറഞ്ഞാൽ അത് ശിക്ഷയുടെ രീതിക്കാണ്. നമ്മുടെ രാജ്യത്തൂടെ എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ നിയമപരമല്ല അല്ലാത്ത എന്തോ കാര്യം ചെയ്തതിന് നമ്മുടെ രാജ്യത്തോട് കൂറില്ലാത്തതിനൊക്കെ അതിന്റെ എല്ലാ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യം ബലമായിട്ട് മറ്റൊരു വ്യക്തിയുടെ പൗരത്വം എടുത്ത് കളയുന്നതിനാണ് ഈ മൂന്നാമത്തെ രീതി ഡെപ്രിവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് വരുന്ന ഇപ്പൊ ഈ പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും ചാരപ്രവർത്തനം നടത്തുന്നു, അല്ലെ നമ്മുടെ രാജ്യത്തെ പൗരത്വം കിട്ടിയത് തന്നെ എന്തെങ്കിലും കള്ളരേഖകളൊക്കെ ഉണ്ടാക്കിയിട്ടാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതാണ് ഡെപ്രിവേഷൻ. നമ്മുടെ രാജ്യം അപ്പോഴേ ആ വ്യക്തിയുടെ പൗരത്വം എടുത്ത് നിർബന്ധത്തോടു കൂടി തന്നെ കളയും. അതാണ് അപ്പൊ പൗരത്വത്തെ പറ്റി നമുക്ക് ഇപ്പോഴൊക്കെയാണ് പറയാനുള്ളത്. എങ്ങനെയൊക്കെ നേടാൻ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ കാണാറുള്ളൂ. ഏറ്റവും ആദ്യമായിട്ട് ഏതൊക്കെ ആർട്ടിക്കിളാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗത്താണ് നമ്മുടെ ഈ പൗരത്വത്തെ പറ്റി, സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നത്, ഇനി ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഇനി എങ്ങനെയൊക്കെ ഇന്ത്യൻ പൗരത്വം നേടാൻ സാധിക്കും, എങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ചോദ്യങ്ങളെ കൂടുതലും കാണുന്നത്. പിന്നെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ആനുകാലികമായിട്ട് ബന്ധപ്പെട്ട് സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നമ്മുടെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നിയമങ്ങൾ വരുന്നുണ്ട്. അത് നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോഴത്തേക്ക് ആ സൂചിപ്പിച്ചു പോകാവുന്നേ. അതുകൊണ്ട് സിറ്റിസൺഷിപ്പിന്റെ കാര്യം ഒന്നുകൂടി സൂചിപ്പിക്കാം. നമ്മുടെ ഭരണഘടനയിലെ പാർട്ട് 2 രണ്ടാം പാർട്ടിലാണ് ഈ സിറ്റിസൺഷിപ്പ് അല്ലെ പൗരത്വത്തെ പറ്റി പറയുന്നത്. ആർട്ടിക്കിൾ 5 തൊട്ട് 11 വരെയാണ് ഈ പൗരത്വം അല്ലെ ഈ ആർട്ടിക്കിൾ 2 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ ഭരണഘടനയിൽ ഈ ആർട്ടിക്കിളുകളിൽ പറഞ്ഞേക്കുന്നത്, നമ്മുടെ ഭരണഘടന നിലവിൽ വന്നിട്ട് ജനുവരി 26, 1950 ആരൊക്കെ ഇന്ത്യൻ പൗരരായിരുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിനുശേഷം ആരൊക്കെ പൗരരായിരുന്നു എന്ന് പറയുന്നില്ല. അതിനെപ്പറ്റിയുള്ള എല്ലാ നിയമങ്ങളും ഉണ്ടാക്കാനും സൃഷ്ടിക്കാനുമായിട്ട് അവകാശവും പവറും കൊടുത്തേക്കുന്നത് പാർലമെന്റിനാണ് നമ്മുടെ ഭരണഘടനയെ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ എല്ലാ അടിസ്ഥാനത്തിൽ പാർലമെന്റ് ഉണ്ടാക്കിയ നിയമമാണ് 1955 പൗരത്വ നിയമം. ഇതിലാണ് എങ്ങനെ ഇന്ത്യൻ പൗരത്വം കിട്ടും, എങ്ങനെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്.
പിന്നീട് ഈ നിയമത്തിന് പകരമായിട്ട് 2003 സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് സിറ്റി പൗരത്വ ഭേദഗതി നിയമമൊക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം നിയമങ്ങളുണ്ടെങ്കിലും പ്രധാനപ്പെട്ടത് ഈ നിയമങ്ങളാണ്. ഇനി എങ്ങനെയൊക്കെ ഇന്ത്യൻ പൗരത്വം കിട്ടും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഒന്ന്, ജന്മാടിസ്ഥാനത്തില് ഇന്ത്യ ജനിക്കുന്ന ഒരു കുട്ടിക്ക് എങ്ങനെയാണ് പൗരത്വം കിട്ടുന്നത്, അതിന്റെ ഇപ്പോഴത്തെ അടിസ്ഥാനം നമ്മൾ പറഞ്ഞു. ആ ജനിക്കുന്ന കുട്ടിയുടെ ഒരു പേരന്റ് അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കുകയും മറ്റേ പേരന്റ് അനധികൃതമായിട്ട് ഇന്ത്യയിൽ കടന്നു വരാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ആ കുട്ടിക്ക് ജന്മത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടും. ഇനി ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി പുറത്ത് ജനിച്ചു എന്ന് വെച്ചിട്ട് വേറെ രാജ്യത്ത് ജനിച്ചെങ്കിലും ആ കുട്ടിയുടെ പേരൻസ് ഇന്ത്യക്കാരായിരിക്കുകയും ഇന്ത്യൻ പൗരരായിരിക്കുകയും ഇപ്പോഴത്തെ അവസ്ഥയിലെ കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ആ ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ആ ഒരു യോഗ്യത കാലാകാലങ്ങളിൽ വ്യത്യാസപ്പെടും എന്ന് മാത്രമല്ല ഈ യോഗ്യത സ്പെസിഫിക് ആയിട്ട് അങ്ങനെ പി എസ് സി ചോദിക്കാറില്ല. നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം, അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാംസിന് എല്ലാം ഡീപ്പായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മാത്രം നമുക്കിത് ഉപകാരപ്പെടുമെന്ന് മാത്രം. ഈ രീതികൾ ഏതൊക്കെ രീതിയിൽ ഇന്ത്യൻ പൗരത്വം കിട്ടും എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അപ്പം ഡിസെന്റ് അല്ല പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന ഇങ്ങനെയാണ്. ഏത് പേരൻസ് ഇന്ത്യൻ പൗരരായിരിക്കുകയും കുട്ടി പുറത്ത് ജനിച്ചെങ്കിൽ കൂടി ആ രാജ്യത്തെ ഇന്ത്യൻ നയതന്ത്ര എംബസിയിൽ ഇന്ത്യൻ കോൺസുലേറ്റിൽ രജിസ്റ്റർ ചെയ്യുകയും വേണം. അങ്ങനെയാണ് ഡീസന്റല്ലേ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പൗരത്വം കിട്ടുന്നത്. ഈ രജിസ്ട്രേഷന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്ത് 7 കൊല്ലമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ജീവിച്ച ഒരു വ്യക്തി അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ഇന്ത്യൻ പൗരനെ അല്ലെ പൗരയെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്ന ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഗവൺമെന്റിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് ഇന്ത്യൻ പൗരത്വം നേടാൻ സാധിക്കുക. അതാണ് മൂന്നാമത്തെ രീതിയായിട്ടുള്ള രജിസ്ട്രേഷൻ. അടുത്തത് നാച്ചുറലൈസേഷൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി അയാൾ പുറത്തുനിന്ന് വന്നായിക്കോട്ടെ നമ്മുടെ രാജ്യത്തിനായിട്ട് അയാൾ കുറെ ജോലി ചെയ്യുന്നു, സേവനങ്ങൾ നൽകുന്നു, അയാൾ നല്ല വ്യക്തിത്വമാണ്, നല്ലൊരു ഗുഡ് ക്യാരക്ടർ ഒക്കെയുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ വ്യക്തി ഇന്ത്യൻ പൗരത്വം ലഭിച്ചു കഴിഞ്ഞാൽ മറ്റേ അയാൾ ഏത് രാജ്യത്തെ പൗരനാണോ ആ രാജ്യത്തിന്റെ പൗരത്വം നഷ്ടപ്പെടുത്താനും തയ്യാറാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിക്ക് നാച്ചുറലൈസേഷൻ എന്ന് പറഞ്ഞ രീതി വഴി നമുക്ക് പൗരത്വം കൊടുക്കാൻ സാധിക്കും. എന്ന് മാത്രമല്ല ഇനി ഇങ്ങനത്തെ യോഗ്യതയൊന്നും ഇല്ലെങ്കിലും ഒരു ചില മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികൾക്ക് നമ്മൾ പറഞ്ഞു മനുഷ്യാവകാശം ആയിക്കോട്ടെ, കലയായിക്കോട്ടെ, സംസ്കാരം ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്ക് നമുക്ക് അവരോടുള്ള ബഹുമാനത്തിന്റെ അടിസ്ഥാനത്തിലെല്ലാം പൗരത്വം കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഈ യോഗ്യതയൊന്നും നോക്കേണ്ടതില്ല. അത് നാച്ചുറലൈസേഷൻ എന്ന ഒരു രീതി കൊടുക്കുന്നതാണ്. അടുത്ത ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. ഏതെങ്കിലും ഒരു ഭൂവിഭാഗം നമ്മുടെ ഇന്ത്യയുടെ ഭാഗമാകുന്നവരെ ആ ഭൂവിഭാഗത്തിൽ താമസിക്കുന്നവരുടെ എല്ലാം ഇന്ത്യൻ പൗരരാകുന്ന അതാണ് അടുത്ത രീതി. അപ്പൊ ഇതാണ് 5 രീതിയോടെ. ഇനി ഏതൊക്കെ രീതിയിൽ നഷ്ടപ്പെടാനുള്ളത് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തേത് സ്വയമേവ നമ്മുടെ പൗരത്വം ത്യജിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ റെനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് ഗവൺമെന്റിനോട് പറയുന്നത് എനിക്ക് ഇന്ത്യൻ പൗരത്വം ഇനി ആവശ്യമില്ല, ഞാൻ അത് ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നു. രണ്ടാമത്തേത് ഇങ്ങനെ ഒരു അപേക്ഷ വെച്ചില്ലെങ്കിൽ കൂടി മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ഇന്ത്യൻ പൗരത്വം ഓട്ടോമാറ്റിക് ആയിട്ട് ക്യാൻസൽ ആവും. അതാണ് ടെർമിനേഷൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ രീതി. മൂന്നാമത്തെ രീതിയിൽ ഒരു പണിഷ്മെന്റ് ടൈപ്പ് ഒരു വ്യക്തി ഒരു തെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്ലീഗലായിട്ട് നിയമവിരുദ്ധമായിട്ട് എന്തോ ചെയ്തു അയാൾക്ക് ഇന്ത്യൻ പൗരമായിട്ട് തുടരാൻ ഇനി അവകാശം ഇല്ല എന്ന് ഗവൺമെന്റിൽ തോന്നുകയാണെങ്കിൽ നിർബന്ധത്തോടു കൂടി തന്നെ ആ വ്യക്തിയുടെ പൗരത്വം ക്യാൻസൽ ചെയ്യാൻ റദ്ദാക്കാൻ ഗവൺമെന്റിന് സാധിക്കും. എങ്ങനെയൊക്കെയാണോ അതിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. അയാള് എന്തെങ്കിലും ഫ്രോഡ് കള്ളത്തരം കാണിച്ചാണ് ഇന്ത്യൻ പൗരരായത്, അല്ലെങ്കിൽ ഇന്ത്യയോട് കൂറില്ലാത്ത ഇടത്തിൽ അയാൾ പെരുമാറി എന്തെങ്കിലും ചാരപ്പോട്ടനോ അങ്ങനെ എന്തെങ്കിലും നടത്തി അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് ഈ ഡെപ്രിവേഷൻ എന്ന് പറഞ്ഞ രീതി വഴി സിറ്റുവേഷൻസ് പൗരത്വം നഷ്ടപ്പെടും. അതാണ് പൗരത്വത്തെ പറ്റി പറയുന്നത്. ഇനി അടുത്തായിട്ട് നമ്മുടെ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പൊളിറ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളൊക്കെ വരുന്ന ഒരു ഏരിയയാണ് ഈ അടുത്ത് നമുക്ക് പഠിക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറെ പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ചെറുപ്പത്തിൽ സോഷ്യലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഇതിനെ പറ്റിയൊക്കെ പഠിക്കുന്നതാണ്. എത്ര ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്, ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്, അതൊക്കെ പണ്ട് നമ്മുടെ ടീച്ചേഴ്സ് കാണാതെ പഠിപ്പിച്ചിട്ടൊക്കെ ഉള്ളതാണ്. അതൊക്കെ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഈ പി എസ് സി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി ഡീപ്പായിട്ട് ഇപ്പൊ ചോദിക്കുന്നുണ്ട്. അതിപ്പം 10th ലെവൽ ആയിക്കോട്ടെ, +2 ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവലിന്റെ ആ ഒരു രീതിക്ക് തന്നെ കുറച്ച് ഡീപ്പായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ച് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളും. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് കുറച്ച് ക്ലാസ് എന്തായാലും ആവശ്യം കിട്ടുമല്ലോ. നമുക്കതപ്പോ ഓരോ ആർട്ടിക്കിളോ അല്ലെങ്കിൽ ഓരോ ഈ മൗലിക ആവശ്യങ്ങളും എടുത്ത് തന്നെ പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മളിപ്പോ ഈ സ്ക്രീനെ കൊടുത്തേക്കുന്നില്ല, അപ്പം 6 മൗലികാവകാശങ്ങളാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ ഇന്ത്യയിലുള്ളത്. റൈറ്റ് ചുമ്മാ ഇപ്പൊ സ്ക്രീനിൽ നോക്കുന്ന റൈറ്റ് ടു ഇക്വാലിറ്റി ഉണ്ട്, റൈറ്റ് ടു ഫ്രീഡം ഉണ്ട്, റൈറ്റ് ടു റിലീജിയൻ ഉണ്ട്,
റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിന് ഉണ്ട്, റൈറ്റ്സ് ഉണ്ട്. ഇതിനെപ്പറ്റി എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ചുമ്മാ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി വായിച്ചു നോക്കാം. ഇനി നമ്മൾ പറഞ്ഞു പൗരത്വം എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ രണ്ടാം ഭാഗത്താണ് ചർച്ച ചെയ്യുന്നത്. ആർട്ടിക്കിൾ 5 തൊട്ട് 11 വരെയാണ് ചർച്ച ചെയ്യുന്നത്. ആർട്ടിക്കിൾ പൊട്ടാൻ സൂചിപ്പിച്ചതിന് മൂന്നാമത്തെ ഭാഗം അല്ലെങ്കിൽ പാർട്ട് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, അല്ലെ മൗലിക അവകാശം. ആർട്ടിക്കിൾ 11 വരെ പൗരത്വമാണ്, 12 തൊട്ടുള്ളത് 35 വരെ മൗലിക അവകാശങ്ങളാണ്, അല്ലെ ഫണ്ടമെന്റൽ റൈറ്റ്സ്. പാർട്ട് 3 മൗലിക അവകാശങ്ങൾ. ആർട്ടിക്കിൾ 12 തൊട്ട് ആർട്ടിക്കിൾ 35 വരെ അതാണ് മൗലിക അവകാശങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്ന പാർട്ട് ആർട്ടിക്കിളുകൾ. ഇത് നമ്മുടെ ഈ മൗലിക അവകാശങ്ങളുടെ ഈ പാർട്ട് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നൊക്കെ പറയും. മാഗ്ന കാർട്ട എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വേൾഡ് ഹിസ്റ്ററി ഒക്കെ പഠിച്ചപ്പോൾ മനുഷ്യാവകാശമൊക്കെ പഠിച്ചപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. മനുഷ്യാവകാശങ്ങളെ മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട രേഖ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഈ രേഖയാണ് ഈ മാഗ്ന കാർട്ട. 1215, അതായത് ഇപ്പം 810 വർഷത്തോളമായി അത് കഴിഞ്ഞിട്ടില്ല. അത്രയും വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യാവകാശങ്ങളൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഒരു രേഖയായിരുന്നു ഈ മാഗ്ന കാർട്ട. അപ്പൊ ആ രീതിക്കാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ ചെയ്യാം. ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. ഇപ്പൊ ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം.
ഓക്കെ, അപ്പം കണ്ടിന്യൂ ചെറിയില്ലാതെ പോയി. അപ്പം പാർട്ട് 3 ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെയുള്ള മൗലികാവകാശങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്ന ഭാഗമാണ് മാഗ്ന കാർട്ട എന്ന് നമ്മൾ പറഞ്ഞത്. മാഗ്ന കാർട്ട ഒരു മനുഷ്യാവകാശ രേഖ നമ്മൾ പറഞ്ഞു. അത് ഇമ്പോർട്ടന്റ് ഒന്നുമല്ല, അറിയാൻ വേണ്ടി പറഞ്ഞു നോക്കാം. 1215 ഉണ്ടായിരുന്ന ഒരു മനുഷ്യാവകാശ രേഖയാണ് ഈ മാഗ്ന കാർട്ട. അപ്പം അങ്ങനെ ആ ഒരു രീതിക്ക് നമ്മൾ ഒരു വിളിപ്പേരിട്ടു എന്ന് മാത്രം. പാർട്ട് 3 നമ്മുടെ ഭരണഘടനയുടെ പാർട്ട് 3 ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്ന് പറയുന്നു. അത് ഈ മനുഷ്യാവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി നമ്മുടെ ഭരണഘടന ഫീച്ചേഴ്സ് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു എവിടെ നിന്നാണ് നമ്മൾ ഈ മൗലികാവകാശം എന്ന് പറഞ്ഞ ഈ ഒരു ആശയം കടം കൊണ്ടത്. അത് അമേരിക്കൻ ഭരണഘടനയിലാണ് നമ്മൾ ഈ മൗലികാവകാശങ്ങൾ കടം കൊണ്ടേക്കുന്നത്. അതായത് ഈ മൗലികാവകാശങ്ങളെ ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയത് അമേരിക്കൻ ഭരണഘടനയായിരുന്നു. ആ രീതിക്കാണ് ഇന്ത്യയിൽ ഈ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഈ മൗലികാവകാശങ്ങൾ പൊളിറ്റിക്കൽ ഡെമോക്രസി, രാഷ്ട്രീയമായിട്ടുള്ള ജനാധിപത്യം ഉറപ്പാക്കുന്നു. അതായത് നമ്മുടെ രാജ്യത്തിന്റെ കാര്യത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ അതായത് പൊതുവായിട്ടുള്ള രീതിയിൽ ഒരു പൗരന്റെ ജീവിച്ചു പോകുന്ന, അല്ലെങ്കിൽ അദ്ദേഹം സമൂഹത്തിൽ ജീവിക്കുന്നത്, നമ്മുടെ രാഷ്ട്രമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന, വോട്ട് ചെയ്യുന്നതായിക്കോട്ടെ, സമൂഹത്തിൽ ജീവിക്കുന്നതായിക്കോട്ടെ, നമ്മുടെ രാജ്യം ഒരു പൗരനെ കാണുന്ന എങ്ങനെയാണെന്നായിക്കോട്ടെ, ഇതിനെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം ഉറപ്പാക്കുന്ന ഭാഗമാണ് ഈ മൗലികാവകാശം. അതേക്കുറിച്ചുള്ള പൊളിറ്റിക്കൽ ഡെമോക്രസി അല്ലെ രാഷ്ട്രീയമായിട്ടുള്ള ജനാധിപത്യം ഉറപ്പാക്കുക എന്നുള്ളത് മൗലികാവകാശത്തിന്റെ ധർമ്മമാണ്, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് ആ ഒരു രീതി വരുന്നത്. രാഷ്ട്രീയ ജനാധിപത്യം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡെമോക്രസി. ഇനി ഈ എങ്ങനെയാണ് രാഷ്ട്രീയമായ ജനാധിപത്യം, പൊളിറ്റിക്കൽ ഡെമോക്രസി ഉറപ്പാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ ഏതെങ്കിലും ഒരു ഭരണാധികാരി ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിയുടെ പ്രസിഡന്റ് ആവുന്നതെന്നിരിക്കട്ടെ, അയാൾ നമ്മുടെ രാജ്യത്തെ ഇപ്പം നോർത്ത് കൊറിയയിലെ കിം ജോങ് ഉന്നൊക്കെ ചെയ്യുന്നത് പോലെ, അല്ലെ റഷ്യയില് വ്ളാഡിമർ പുടിനൊക്കെ ചെയ്യുന്ന പോലെ അവിടുത്തെ പൗരന്മാരുടെ അവകാശങ്ങളെ ഹനിക്കുന്ന രീതിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഉത്തര കൊറിയയിലൊന്നും അവർക്ക് നെറ്റ് ഉപയോഗിക്കാനോ അല്ലെ പുറംലോകമായിട്ട് കണക്ട് ചെയ്യാനോ അങ്ങനത്തെ രീതിയിലൊന്നും ഇല്ല. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം അവിടുത്തെ ഭരണാധികാരിയാണ് തീരുമാനിക്കുന്നത്. നാളെ നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഏതെങ്കിലും ഒരു ഭരണാധികാരി വന്ന് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഒരുപക്ഷെ സാധിച്ചേനെയായിരിക്കും. അതിനൊരിക്കലും അങ്ങനത്തെ ഒരു ചാൻസ് കൊടുക്കാത്ത, അല്ലെങ്കിൽ ചാൻസ് വരുന്നില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനയുടെ ഉറപ്പാക്കുന്നുണ്ട് അതോറിറ്റേറിയൻ റൂള് അല്ലെങ്കിൽ ഏകാധിപത്യ ഭരണം നമ്മുടെ രാജ്യത്ത് നടപ്പാകില്ല. നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ എല്ലാ അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ മൗലികാവകാശം നിലനിൽക്കുന്നത്. നമ്മുടെ രാജ്യത്തല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി നടത്തുന്ന ഏകാധിപത്യ നിയമം അല്ലെങ്കിൽ ഭരണവും ഉണ്ടാവാൻ പോകുന്നില്ല. അതിന്റെ കാരണം അത്രയേറെ ശക്തമായിട്ടുള്ള മൗലികാവകാശങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലനിർത്തുന്നുണ്ടാണ്. നാളെ ഏതെങ്കിലും ഒരു വ്യക്തി വന്ന് ഇവിടെ നിയമം ഉണ്ടാക്കുന്നു എന്നിരിക്കട്ടെ, നമ്മുടെ രാജ്യത്തെ ആ ഒരു ഭരണാധികാരി പറയുന്ന രീതിക്ക് ഇവിടെയുള്ളവർ ജീവിക്കാൻ പാടുള്ളൂ, ആ ഒരു രീതിക്ക് ഭക്ഷണം അല്ലെങ്കിൽ വസ്ത്ര രീതികൾ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് ജോലി എടുക്കാൻ പാടുള്ളൂ, നമ്മളെ ആ ഭരണാധികാരി പറയുന്ന പോലെയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള രീതിയിൽ ഒരു പൗരന്റെ അവകാശങ്ങളെ ഹനിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും പ്രവൃത്തി വരികയാണെങ്കിൽ ഈ മൗലികാവകാശം നമുക്കൊരു പ്രൊട്ടക്ഷനായിട്ട്, നമ്മുടെ ഒരു സംരക്ഷണത്തിനായിട്ട് നിലകൊള്ളും. അതാണ് ഈ മൗലികാവകാശങ്ങളുടെ പ്രത്യേകത. ഇനി എങ്ങനെയാണ് ഈ മൗലികാവകാശങ്ങൾ നമ്മളെ സംരക്ഷിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ മുന്നോട്ട് ഇനി കാണാൻ പോകുന്നത്. എങ്കിൽ ഇതിന്റെ ആ ഒരു പ്രാധാന്യമാണ് ഇപ്പൊ സൂചിപ്പിച്ചത്. ഇനി ഇതുവഴി നമ്മുടെ രാജ്യം എപ്പോഴും നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഭരിക്കപ്പെടുന്നത്. ഈ മൗലികാവകാശങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്ന, സംരക്ഷിക്കുന്ന രീതിയിൽ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. അല്ലാതെ നാളെ ഒരു വ്യക്തിക്ക് ചുമ്മാ ഒന്ന് പറഞ്ഞാലൊന്നും നമ്മളെ ഭരിക്കാനോ അല്ലെ നമ്മുടെ അവകാശങ്ങളെ ഹനിക്കാനൊന്നും സാധിക്കത്തില്ല. ഈ മൗലിക അവകാശങ്ങളുമായിട്ട് ഒത്തുപോകുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മുടെ ഇന്ത്യയെ ഭരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി എന്തുകൊണ്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത്, മൗലികമായ അവകാശങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന്? ആ മൗലികം അല്ലെ ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് വരുന്നത്, ഒന്നാമതായിട്ട് ഇതൊരു മനുഷ്യന് ജീവിക്കാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, എസെൻഷ്യൽ ആയിട്ടുള്ള അവകാശങ്ങളാണ് ഈ പറഞ്ഞ ഈ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. ഈ ഫണ്ടമെന്റൽ റൈറ്റുകൾ ഉൾപ്പെടുത്തിയേക്കുന്ന അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക്, ഒരു പൗരന് ജീവിക്കാനുള്ള ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള അവകാശങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവകാശങ്ങളാണ്. അതുകൊണ്ടാണ് ഇവയെ ഫണ്ടമെന്റൽ റൈറ്റ്, ഈ അവകാശങ്ങളെ മൗലിക അവകാശം, ഈ റൈറ്റുകളെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള റൈറ്റ് എന്ന് പറയാൻ ഒരു കാരണം അതാണ്. രണ്ട്, ഒരു രാജ്യത്തിലെ ഫണ്ടമെന്റൽ നിയമം, മൗലികമായിട്ടുള്ള നിയമങ്ങൾ പറഞ്ഞാൽ ആ രാജ്യത്തെ ഭരണഘടനയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നിയമം അല്ലെങ്കിൽ ആ രാജ്യത്തെ മുന്നോട്ട് ഭരണകാര്യങ്ങളെ നയിക്കുന്നത് അവിടുത്തെ ഭരണഘടനയാണ്. ആ ഭരണഘടന ഉറപ്പു കൊടുക്കുന്ന
അവകാശങ്ങളായതുകൊണ്ടും കൂടിയാണ് ഇവയെ മൗലിക അവകാശങ്ങൾ എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടി പറയാം, ഇവയെ ഫണ്ടമെന്റൽ അല്ലെ മൗലികം എന്ന് വിളിക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം ഇവ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ്. ഒരു വ്യക്തിക്ക് ജീവിച്ചു പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള അവകാശങ്ങളാണിവ. ഒന്ന് അതാണ് ഈ അവകാശങ്ങളെ മൗലികാവകാശം എന്ന് വിളിക്കുന്നത്. രണ്ട്, നമ്മുടെ ഏതൊരു രാജ്യത്തിന്റെ അടിസ്ഥാന നിയമവും ഭരണകാര്യങ്ങളിലൊക്കെ അടിസ്ഥാന നിയമം അല്ലെങ്കിൽ രേഖ എന്ന് പറയുന്ന ആ രാജ്യത്തെ ഭരണഘടന. നമ്മുടെ രാജ്യത്തെ അടിസ്ഥാന രേഖയായിട്ടുള്ള ഭരണഘടന ഉറപ്പു കൊടുക്കുന്ന അവകാശങ്ങളായതുകൊണ്ടാണ് ഇവയെ മൗലികാവകാശങ്ങൾ എന്ന് വിളിക്കുന്നതിന്റെ രണ്ടാമത്തെ കാര്യം. ഒന്ന് അറിഞ്ഞു വെച്ചാൽ അത് ഏതെങ്കിലും C20 വരികയാണ്. എന്തുകൊണ്ടാണ് മൗലികാവകാശങ്ങൾ വിളിക്കുന്നത്, അവ എന്തുകൊണ്ടാണ് മൗലികമാവുന്നത്, ഫണ്ടമെന്റൽ ആവുന്നതൊക്കെ ചോദ്യം വരികയാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ ഓർത്ത് വെച്ചാൽ ഇനി ഒറിജിനലി നമ്മുടെ ഭരണഘടന നിലയിൽ വന്നു കഴിഞ്ഞപ്പോൾ 7 മൗലികാവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മളിപ്പോ ഈ ആദ്യത്തെ പടത്തിൽ കണ്ടായിരുന്നു ഇതിൽ 6 മൗലികാവകാശങ്ങളാണുള്ളത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ 6 മൗലികാവകാശങ്ങളാണുള്ളത്. എങ്കിലും ഭരണഘടന നിലയിൽ വന്നപ്പോൾ 7 ഉണ്ടായിരുന്നു. അതിലേതാണ് ക്യാൻസൽ ചെയ്തത്, ഏതാണ് ഇല്ലാതായ മൗലികാവകാശം ഏതാണ്? അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. PSC എപ്പോഴും തന്നെ ചോദിക്കുന്നതാണത്. അതാണ് ഇത്, റൈറ്റ് ടു പ്രോപ്പർട്ടി. ഇപ്പോഴത്തെ സ്ക്രീനിൽ കാണുന്ന 6ാമത്തെ ആ ഒരു മൗലികാവകാശം. ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന 6ാമത്തെ മൗലികാവകാശമായിട്ടുള്ള റൈറ്റ് ടു പ്രോപ്പർട്ടി. ആർട്ടിക്കിൾ 31 പ്രകാരം പൗരന് കൊടുത്തിരുന്ന റൈറ്റ് ടു പ്രോപ്പർട്ടി പിന്നീട് മൗലികാവകാശം അല്ലാതായി. അതെങ്ങനെയാണ്? 1978 ഈ വർഷവും ഈ അമെന്റ്മെന്റും എല്ലാം നിങ്ങൾ ഓർത്തു വെച്ചോളൂ. അത് ചോദ്യത്തിൽ എപ്പോഴും വരുന്നതാണ്. 1978 44ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി അല്ലെ സ്വത്തവകാശം എന്ന് പറയുന്ന മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടത്. ഭരണഘടന നിലയിൽ വന്നപ്പോൾ 7 മൗലികാവകാശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിലെ ഒരു മൗലികാവകാശമായിട്ടുള്ള റൈറ്റ് ടു പ്രോപ്പർട്ടി ആർട്ടിക്കിൾ 31 പ്രകാരമുള്ള റൈറ്റ് ടു പ്രോപ്പർട്ടി പിന്നീട് മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞു. അത് 1978 44ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഈ പറഞ്ഞ സ്വത്തവകാശം അല്ലെ റൈറ്റ് ടു പ്രോപ്പർട്ടിയെ മൗലികാവകാശങ്ങളുടെ ഇടയിൽ നിന്നും എടുത്തു മാറ്റിയത്. ഇപ്പൊ ഈ സ്വത്തവകാശം അല്ലെ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ലീഗൽ റൈറ്റ് ആണ്, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള അവകാശമാണ്. നിയമം മുഖേന നമുക്ക് കിട്ടുന്ന അവകാശമാണ്. അത് മൗലികമല്ല, അല്ലെങ്കിൽ ഈ സ്വത്തവകാശത്തിന് മറ്റ് നമ്മുടെ മൗലികാവകാശങ്ങളുടെ അത്രയും ഉയർന്ന ഒരു സ്ഥാനം ഇപ്പോൾ കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി അല്ലെ സ്വത്തവകാശത്തെ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആർട്ടിക്കിൾ 300A പാർട്ട് 12ലുള്ള 300A. അപ്പോൾ എന്നാ തോന്നുന്നത്, മൗലികാവകാശം പാർട്ട് 3ലാണുള്ളത്, ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെ. ഇപ്പൊ സ്വത്തവകാശത്തെ എവിടെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? പാർട്ട് 12ലാണ്, ആർട്ടിക്കിൾ 300A. ഇതിപ്പോ ഒരു നിയമപരമായ അവകാശം മാത്രമാണ്, ലീഗൽ റൈറ്റ് മാത്രമാണ്, ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. ഇതുവരെ പറഞ്ഞ ഒന്നുകൂടി പറയാം. ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെ പാർട്ട് 3ലാണ്, ഭാഗം 3ലാണ് മൗലികാവകാശങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ട് 3 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട, മനുഷ്യാവകാശങ്ങളെ പറ്റിയൊക്കെ പറയുന്ന ഈ രേഖയാണ് മാഗ്ന കാർട്ട എന്ന് പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ടയാണ് ഈ പാർട്ട് 3. അതുകൊണ്ട് നമ്മൾ ചുമ്മാ വിളിച്ചു പോകുന്നു, ആ ഒരു പേര് കൂടിയായിട്ട് വിളിച്ചു പോകുന്നു. ഈ മൗലികാവകാശങ്ങളെ ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ മൗലികാവകാശം എന്ന് പറഞ്ഞ ആശയം കടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് തന്നെയാണ്. അടുത്തതായിട്ട് ഈ മൗലികാവകാശങ്ങൾ നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയമായ ജനാധിപത്യം ഉറപ്പാക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് ഉറപ്പാക്കുന്നത്? അതോറിറ്റേറിയൻ റൂൾ, ഏകാധിപത്യ ഭരണമൊന്നും ഉണ്ടാവാതെ എല്ലാ പൗരന്റെയും അവകാശങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഈ മൗലികാവകാശം നമ്മളെ സംരക്ഷിക്കുന്നത്. ആ ഒരു രീതി, അതായത് ഏകാധിപത്യ ഭരണത്തെയൊക്കെ തടയുന്നു, നമ്മുടെ രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും അവകാശങ്ങളെ സംരക്ഷിക്കുന്നു. ഇങ്ങനെയൊക്കെ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയമായ ഡെമോക്രസിയുടെ ജനാധിപത്യം ഉറപ്പാക്കുന്നതാണ് ഈ പറഞ്ഞ മൗലികാവകാശമാണ്. അടുത്തത്, എന്തുകൊണ്ടാണ് ഇവയെ മൗലികം എന്ന് പറയുന്നത്? ഈ അവകാശങ്ങൾ എന്തുകൊണ്ടാണ് മൗലികമാകുന്നത്, അതായത് ഫണ്ടമെന്റൽ ആകുന്നത്? അത് രണ്ട് കാരണം കൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ഇവ ഏറ്റവും എസൻഷ്യൽ ആയിട്ടുള്ള, ഏറ്റവും ആവശ്യമുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട, ഒരു വ്യക്തിക്ക് ജീവിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടതും ആവശ്യമായിട്ടുള്ള അവകാശങ്ങളായതുകൊണ്ടാണ്
ഒന്നാമത്തെ കാരണമായിട്ട് ഇവയെ മൗലികമായ അവകാശം അല്ലെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള റൈറ്റുകൾ എന്ന് പറയുന്നത്. രണ്ടാമത്, ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന ഭരണരേഖയായിട്ടുള്ള ഭരണഘടന, അടിസ്ഥാനമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രേഖയായിട്ടുള്ള ഭരണഘടന പ്രകാരം സംരക്ഷണം കൊടുത്തേക്കുന്ന അവകാശങ്ങളാണ്. ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള നിയമമാണ് ഈ ഒരു ഭരണഘടന എന്ന് പറയുന്നത്. ആ ഭരണഘടനയിൽ ഉറപ്പ് കൊടുത്തിരിക്കുന്ന അവകാശങ്ങളാണ് മൗലികാവകാശം. അപ്പൊ അതാണ് ആ രണ്ട് റീസൺ വരുന്നത്. ഒന്ന്, ഇത് ഏറ്റവും എസെൻഷ്യൽ ആണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ട് ഒന്ന് ഇവ മൗലികമാണ്. രണ്ട്, ഒരു രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണരേഖയായിട്ടുള്ള ഭരണഘടന പ്രകാരം ഉറപ്പ് കൊടുക്കുന്ന രേഖയാണ് ഈ മൗലികാവകാശം. അതാണ് രണ്ടാമത്തെ കാര്യം. അടുത്തത്, നമ്മുടെ ഭരണഘടന നിലയിൽ വന്നപ്പോൾ മൊത്തം 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് റൈറ്റ് ടു പ്രോപ്പർട്ടി അല്ലെ സ്വത്തവകാശം എന്ന് പറഞ്ഞ അവകാശത്തെ ആർട്ടിക്കിൾ 31 കൊടുത്തിരുന്ന സ്വത്തവകാശത്തെ എടുത്തു മാറ്റി മൗലികാവകാശങ്ങളുടെ ഇടയിൽ നിന്ന്. ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? 1978 44 ഭരണഘടനാ ഭേദഗതി പ്രകാരം. 1978 ഭരണഘടനാ ഭേദഗതി പ്രകാരം റൈറ്റ് ടു പ്രോപ്പർട്ടി അല്ലെ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ ഇടയിൽ നിന്ന് എടുത്തു മാറ്റി. ഇപ്പോൾ അതൊരു നിയമപരമായിട്ടുള്ള അവകാശം മാത്രമാണ്, ലീഗൽ റൈറ്റ് മാത്രമാണ്. ഇപ്പോൾ ഇത് ആർട്ടിക്കിൾ 300A ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 12ാം ഭാഗത്തിലുള്ള ആർട്ടിക്കിൾ 300A. അപ്പം ഈ വർഷം അമെന്റ്മെന്റും ഒക്കെ ഓർത്ത് വെച്ചുള്ള ഇപ്പൊ ഇതൊരു ലീഗൽ റൈറ്റ് മാത്രമാണ്, നിയമപരമായിട്ടുള്ള അവകാശം മാത്രമാണ് ഓർത്ത് വെച്ചുള്ള ആർട്ടിക്കിൾ 300A പാർട്ട് 12 ഇപ്പോൾ ഈ സ്വത്തവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓർത്ത് വെച്ചു. ഇനി ഈ മൗലികാവകാശങ്ങളുടെ പ്രത്യേകതയും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അടുത്ത ക്ലാസ് തൊട്ട് ഓരോ ആർട്ടിക്കിൾ എടുത്ത് ഓരോ അവകാശങ്ങളെ പറ്റി പറഞ്ഞു തുടങ്ങും. ഒന്നാമതായിട്ട്, ഈ മൗലികാവകാശങ്ങൾ ഇന്ത്യൻ പൗരർക്ക് 6 മെയിനായിട്ട് മൗലികാവകാശങ്ങളുണ്ട്. അതിന്റെ താഴെ ഓരോ ചെറിയ ചെറിയ പ്രൊവിഷൻസും ഉണ്ട്. ഈ മൗലികാവകാശങ്ങളില് എല്ലാം ഇന്ത്യൻ പൗരർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് മാത്രമേ വിദേശ പൗരന്മാർക്ക്, ഇപ്പൊ പുറത്തുനിന്ന് ഒരു വിദേശികൾ നമ്മുടെ രാജ്യത്ത് ടൂറിസ്റ്റുകളായിട്ട് വരുന്നു എന്നിരിക്കട്ടെ, ഇന്ത്യൻ പൗരന്മാർക്കുള്ള എല്ലാ മൗലികാവകാശം അങ്ങനെയുള്ള ഒരു വിദേശ പൗരന് ഇന്ത്യയിൽ ലഭിക്കുകയില്ല. ഒന്നാമത്തെ ഒരു പ്രത്യേകത അതാണ്. ഈ മൗലികാവകാശം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൗരർക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവ മുഴുവനായിട്ടും ഒരു വിദേശ പൗരന് ഇന്ത്യ വന്നു കഴിഞ്ഞാൽ കിട്ടത്തില്ല. അടുത്തതായിട്ട്, ഈ പറഞ്ഞ മൗലിക ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും മുഴുവൻ രീതിക്ക് ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിക്ക് കിട്ടുമെന്നല്ല. നിങ്ങൾ റൈറ്റ് ടു ഫ്രീഡം അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ നമ്മുടെ അഭിപ്രായം പ്രകടിപ്പിക്കാനും നമ്മുടെ രീതിയിലുള്ള എല്ലാ ഫ്രീഡം അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ, അത് സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ എഴുത്തുകളിൽ കൂടി ആയിക്കോട്ടെ, നമ്മുടെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്നും വെച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് എന്തെങ്കിലും വിദ്വേഷ പ്രസംഗം അല്ലെ വിദ്വേഷ രീതിയിൽ കലാപം നടക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ തീർച്ചയായും നമ്മുടെ ഗവൺമെന്റ് സർക്കാർ അതിനെ എതിർക്കും, അതിനെ തടയുക തന്നെ ചെയ്യും. അപ്പൊ ഈ അവകാശങ്ങൾ മൗലികമായിട്ടുള്ള അവകാശങ്ങളാണ്. എന്ന് വെച്ചാൽ എന്തും ആ അവകാശങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെയ്യാനല്ല, അതിന്റെ മുകളിൽ ചില തടസ്സങ്ങളും റെസ്ട്രിക്ഷൻസും ഒക്കെ ഉണ്ടായിരിക്കും നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി തന്നെ. അടുത്തതായിട്ട്, ഈ മൗലിക അവകാശങ്ങൾ എന്നെന്നും ഒരുപോലെ ആയിരിക്കും എന്നുള്ളതാണ്. അല്ല, ഈ മൗലിക അവകാശങ്ങളെ ഭേദഗതി ചെയ്യാൻ സാധിക്കും. ഈ മൗലിക അവകാശങ്ങളെ മാറ്റം വരുത്താൻ സാധിക്കും. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ സ്വത്തവകാശം പണ്ടൊരു മൗലികാവകാശമായിരുന്നു. നാളെ ഈ മൗലികാവകാശങ്ങളെ മാറ്റം വരുത്താൻ സാധിക്കും. പുതിയത് ചേർക്കാനോ പഴയതിനെ എടുത്ത് കളയാനോ ഒക്കെ സാധിക്കും. അതുകൊണ്ട് മൗലികാവകാശം എപ്പോഴും ഒരുപോലെ ഇരിക്കുമെന്ന് പറയുന്നില്ല. അത് നമുക്ക് ഭേദഗതി ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം അടിയന്തരാവസ്ഥ കാലത്ത് പല മൗലികാവകാശങ്ങളും എടുത്ത് മാറ്റപ്പെടും. അങ്ങനെ നമ്മുടെ മൗലികാവകാശങ്ങൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്, ഒരു പരിധി ഉണ്ട്. ഈ അടിയന്തരാവസ്ഥ കാലങ്ങളിൽ നമ്മുടെ മൗലികാവകാശങ്ങൾ ഹനിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മൗലികാവകാശങ്ങൾ നമുക്ക് എപ്പോഴും ഒരേ രീതിക്ക് കിട്ടും എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കത്തില്ല. അടുത്തായിട്ട്, ഈ മൗലികാവകാശങ്ങളെല്ലാം സ്റ്റേറ്റിന്, നമ്മുടെ രാജ്യമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ രാജ്യമാണ് ഈ പറഞ്ഞ മൗലികാവകാശങ്ങൾ ഉറപ്പ് കൊടുക്കുന്നത്, ഓരോ വ്യക്തിയല്ല. അതിന്റെ ഉദാഹരണം പറയാം. നമ്മുടെ രാജ്യത്ത് എവിടെ വേണമെങ്കിലും സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനുള്ള അവകാശം ഒരു മൗലിക അവകാശമാണ്. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അയൽവക്കക്കാരൻ്റെ അല്ല നമ്മുടെ ഏതെങ്കിലും പ്രശ്നം അല്ല നമ്മൾ ഉടക്കി കേട്ടിരിക്കുന്ന ഏതെങ്കിലും അയൽവക്കക്കാരന്റെ പറമ്പിൽ കൂടി നമുക്ക് പേരെപ്പറ നടക്കാമെന്നോ നമ്മുടെ ഇഷ്ടത്തിന് സഞ്ചരിക്കാമെന്നോ ആണോ? അല്ല. നമ്മുടെ രാജ്യത്തിന്റെ പൊതുവായിട്ടുള്ള
ഭാഗങ്ങളിൽ കൂടിയൊക്കെ നമുക്ക് സഞ്ചരിക്കാം, നമുക്ക് പബ്ലിക് റോഡുകളിൽ കൂടി സഞ്ചരിക്കാൻ, അങ്ങനെയുള്ളതൊന്നും കുഴപ്പമില്ല. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തൊന്നും എല്ലാം നമുക്കിങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. അതാണ് പറഞ്ഞത്, ഈ പറയുന്ന മൗലിക അവകാശങ്ങൾ നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ രാജ്യം നമുക്ക് മുഴുവനായിട്ടും തന്നിട്ടുണ്ട്. പക്ഷെ ഇതിൽ ചില മൗലികാവകാശങ്ങൾ മാത്രമേ സ്വകാര്യ വ്യക്തികൾക്ക് ചെയ്ത് കിട്ടുന്ന പോലെ സ്വകാര്യ വ്യക്തിയിൽ നിന്ന് നമുക്ക് കിട്ടുള്ളൂ. അതിന്റെ ഒരു ഉദാഹരണം പറയുന്നത്, ഏതെങ്കിലും ഒരു വ്യക്തി നമുക്കെതിരെ അയിത്തോ അല്ല തൊട്ടുകൂടായ്മയോ ചെയ്തു എന്നിരിക്കട്ടെ, അത് അപ്പോൾ നമ്മുടെ മൗലികാവകാശം അവിടെ വരികയും ആ വ്യക്തിയെ ശിക്ഷിക്കുന്ന ഒരു തരത്തില് നമ്മുടെ മൗലികാവകാശം വരികയും ചെയ്യും. അതാണ് മൗലികാവകാശങ്ങളെല്ലാം നമ്മുടെ രാജ്യം തരുന്നുണ്ട്, അല്ലെ നമ്മുടെ രാജ്യത്തിന്റെ ഗവൺമെന്റ് നമുക്ക് നൽകുന്നുണ്ട്. സ്വകാര്യ വ്യക്തികൾ അവയെല്ലാം നൽകുന്നില്ല. ചിലത് മാത്രമേ മൗലികാവകാശങ്ങൾ നമുക്ക് സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ലഭിക്കേണ്ടതായിട്ടുള്ളൂ. അത് ഏതൊക്കെയാണ്, അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ പറയാം. ഫീച്ചേഴ്സ് ഒന്നും. അടുത്തതായിട്ട് ജസ്റ്റിസുകൾ എന്നാണ്. ഈ മൗലികാവകാശങ്ങൾ ഹനിക്കപ്പെട്ടാൽ നമുക്ക് നീതി തേടാൻ സാധിക്കും, കോടതിയിൽ ചെന്ന് നീതി തേടാൻ സാധിക്കും. പ്രത്യേകിച്ചും ഈ മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് സുപ്രീം കോടതിയാണ്. നമ്മുടെ ഏതെങ്കിലും മൗലികാവകാശങ്ങൾ ഹനിക്കപ്പെട്ടു എന്ന് നമുക്ക് തോന്നിയാൽ നേരെ നമുക്ക് സുപ്രീം കോടതി ചെല്ലാം, ഇന്ത്യയിലെ പരമോന്നത കോടതി ചെല്ലാനുള്ള അവകാശം, അല്ലെങ്കിൽ അത്രയും പവർഫുൾ ആണ് ഈ മൗലികാവകാശങ്ങൾ. ഈ മൗലികാവകാശങ്ങളെ ഏതെങ്കിലും തരത്തിൽ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ കോടതിയായിട്ടുള്ള സുപ്രീം കോടതിയിൽ നമുക്ക് നീതി തേടാൻ സാധിക്കും. അതാണ് ജസ്റ്റിസബിൾ എന്ന് പറഞ്ഞാൽ ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മൗലിക അവകാശങ്ങൾ ജസ്റ്റിസബിളാണ്, നീതി നമുക്ക് തേടാൻ സാധിക്കും. അവ ഹനിക്കപ്പെട്ടു കഴിഞ്ഞാൽ. ഇത്രയാണ് ഫീച്ചേഴ്സിന്റെ കാര്യം പറയാനുള്ളത്. ഇവയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഓരോ മൗലികാവകാശങ്ങളും ആയിട്ടും നമുക്ക് ബന്ധപ്പെടുത്തി പറയാൻ സാധിക്കും മുന്നോട്ട് പോകുമ്പോൾ. തൽക്കാലം ഇപ്പൊ ഇത്രയും കാര്യം അറിഞ്ഞിരിക്കുക. ഒന്നാമതായിട്ട് ഈ മൗലികാവകാശങ്ങൾ എല്ലാം ഇന്ത്യക്കാർക്ക് ലഭിക്കും, പക്ഷെ അവയിൽ ചിലത് മാത്രമേ ഒരു വിദേശ പൗരന് ലഭിക്കുന്നു. അടുത്തത്, ഈ മൗലികാവകാശങ്ങൾ എപ്പോഴും ഒരുപോലെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ മൗലികാവകാശങ്ങൾ നമുക്ക് എപ്പോഴും ഒരേ സംരക്ഷണം തരുമെന്നില്ല. അതിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്, നമുക്ക് നമ്മുടെ അഭിപ്രായം പ്രകടിപ്പിക്കാനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. എന്ന് വെച്ച് നമ്മൾ അഭിപ്രായം പ്രകടിപ്പിക്കുന്നത് ഒരു വിദ്വേഷ പ്രസംഗം വഴിയോ അല്ലെങ്കിൽ ഒരു കലാപം ഉണ്ടാക്കുന്ന രീതിയിലാണെങ്കിൽ അതൊന്നും നമ്മുടെ ഭരണഘടന അനുവദിച്ചു തരുന്നില്ല. അടുത്തതായിട്ട്, ഈ മൗലികാവകാശങ്ങൾ എപ്പോഴും ഒരുപോലെ ഇരിക്കുന്നില്ല. അതില് പുതിയതായിട്ട് മൗലികാവകാശങ്ങൾ വന്നേക്കാം, പഴയത് എടുത്ത് മാറ്റപ്പെട്ടേക്കാം. അപ്പൊ ഭേദഗതി കണ്ടെത്താൻ സാധിക്കും. എന്റെ ഉദാഹരണമായിട്ട് നമ്മൾ സ്വത്തവകാശമൊക്കെ എടുത്ത് കളഞ്ഞായിരുന്നു. അതുപോലെ ഈ മൗലികാവകാശങ്ങൾ നമ്മുടെ രാജ്യം നമുക്ക് തരുന്ന, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് നമുക്ക് തരുന്നതാണ് ഈ മൗലികാവകാശം. സ്വകാര്യ വ്യക്തികൾ തരുന്നത്, സ്വകാര്യ വ്യക്തികളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് വളരെ കുറച്ച് മൗലികാവകാശങ്ങളുള്ള. അതിന്റെ ഉദാഹരണമായിട്ട് എന്നുള്ളത് തൊട്ടുകൂടായ്മ. അതൊന്നും ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിക്കെതിരെ ചെയ്യാൻ സാധിക്കത്തില്ല. അടുത്തതായിട്ട്, ഇത് ജസ്റ്റിസുകളാണ്, നമുക്ക് നീതി തേടാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ മൗലികാവകാശം നമുക്ക് നേരെ സുപ്രീം കോടതിയിൽ ചെന്ന് നമ്മളുടെ ആ മൗലികാവകാശം ഹനിക്കപ്പെട്ടു, നമ്മൾ തടസ്സപ്പെട്ടു, ഇത് സംരക്ഷണം നൽകണം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മൗലികാവകാശം പുനഃസ്ഥാപിച്ച് തരണം എന്നുള്ള രീതി നമുക്ക് നേരെ നമ്മുടെ രാജ്യത്തെ പരമോന്നത കോടതിയായിട്ടുള്ള സുപ്രീം കോടതിയിൽ ചെല്ലാൻ സാധിക്കും. അത്രയേറെ ശക്തമാണ് നമ്മുടെ മൗലികാവകാശങ്ങൾ. അപ്പം എത്രയാണ് ഇന്നത്തെ ക്ലാസ് പറയാൻ ഉദ്ദേശിക്കുന്നത്, നോട്ട്സ് എഴുതിയിട്ടേക്കാം. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഓരോ ആർട്ടിക്കിളിനെ പറ്റി, ഓരോ മൗലികത്തെ പറ്റി നമുക്ക് മുന്നോട്ട് അടുത്ത ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.